ഹലോ എവരി വൺ, കാർട്ടൂൺസ് കളറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഇൻഫിനിറ്റി പെയിൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രിബിൾ ആർട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതുവരെ ആരും ഇൻഫിനിറ്റി പെയിൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രിബിൾ ആർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇൻഫിനിറ്റി പെയിൻറ്ററിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് കൂടുതൽ പിക്സൽസ് വരുന്നുണ്ട്. അതെത്ര ക്വാളിറ്റിയുള്ള സൈസ് ഏഡ് ചെയ്താലും വരുന്നുണ്ട്. ഇങ്ങനെ പിക്സൽ ഇൻഫിനിറ്റി പെയിൻറ്ററിന് ഉണ്ടെങ്കിലും ഒരു സ്ക്രിബിൾ ആർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ആ ഒരു പിക്സലിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ആ ഒരു വർക്കിനെ എടുത്ത് കാണിക്കും. കുറച്ചും കൂടി ഫിനിഷിങ് അതിൽ കാണിക്കും. എല്ലാ ലൈൻസും തമ്മിൽ കൂടി ചേരുന്നത് പോലെ തോന്നും. അപ്പോൾ സ്ക്രിബിൾ ആർട്ടിന് എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റി പെയിൻറ്റർ കുറച്ചും കൂടി ബെറ്ററാണ്. സ്കെച്ച് ബുക്കൊക്കെ പോലെ തന്നെ ഇൻഫിനിറ്റി പെയിൻറ്ററിലും സ്ക്രിബിൾ ആർട്ട് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ലൊരു ലൈറ്റിങ് കാണിക്കും. ഇനി നമുക്ക് ഇൻഫിനിറ്റി പെയിൻറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്ക്രിബിൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇൻഫിനിറ്റി പെയിൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രിബിൾ ആർട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഇൻഫിനിറ്റി പെയിൻറ്റർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന ന്യൂ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഒരു സൈസ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാം. ഞാൻ അതിലിപ്പം വലിക്കാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനിൽ ഫുള്ളായിട്ട് വലിച്ച് വെച്ച് വലത്തോട്ടേക്ക് വലിച്ച് വെച്ച് ഒരു സൈസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിലെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ ലെയറിൻ്റെ സെക്ഷനിൽ ഒരു റൗണ്ട് കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ടോപ്പിലൊരു സെറ്റിങ്സിൻ്റെ ഐക്കണാണ്. അതിൽ RGBയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് RGBയിൽ 6GB അത് 3:38 38 എന്ന് കൊടുക്കുക. ഇവിടെ ഞാൻ 38 കൊടുക്കുമ്പോൾ ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ല വരുന്നത്. നിങ്ങൾക്ക് പ്യുവർ ബ്ലാക്കാണ് വേണ്ടതെങ്കിൽ പ്യുവർ ബ്ലാക്ക് നമുക്ക് കളർ വീലിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഒരു കളർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കളർ ബ്ലാക്ക് എടുക്കരുത്, ബ്ലാക്കിൽ ബ്ലാക്ക് കാണില്ല. പകരം നമുക്ക് വേറെ ഏത് കളർ യൂസ് ചെയ്യാം, ഡാർക്ക് അല്ലാത്ത വേറെ ഏത് കളർ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്യാണ്. വൈറ്റാണ് കൂടുതലായും സ്ക്രിബിളിൽ യൂസ് ചെയ്യൽ. ബ്ലാക്കിന് മാച്ച് ആവും, കൂടുതലും വൈറ്റ് ആയിരിക്കും. ഇനി ഈ ഒരു സ്ക്രിബിൾ ചെയ്യാനായിട്ട് ബ്രഷ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ പെൻസിലിൽ കോൺസെപ്റ്റ് പെൻസിൽ എന്ന് പറഞ്ഞൊരു ബ്രഷ് ഉണ്ട്. ആ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്ക്രിബിൾ ആർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പെൻസിലിൻ്റെ സൈസ് വളരെ കുറച്ചിട്ടാണ് ഇതിൻ്റെ ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് നൽകുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്രഷിൻ്റെ സൈസ് കുറച്ചായി ഇൻക്രീസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ലൈൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക് ടു ലൈറ്റ് എന്ന ആ ഒരു ഇതിലേക്ക് കിട്ടും. നമ്മളിവിടെ ഒപ്പാസിറ്റി അധികം കുറച്ചോ കൂട്ടിയോ കളിക്കുന്നില്ല. ബ്രഷിൻ്റെ സൈസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും സ്ക്രിബിൾ ചെയ്യാണ്. കുറച്ചെടുക്കുന്ന കൂടി വരികയാണ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സെയിം മെത്തേഡാണ് ബാക്കി എല്ലാ സോഫ്റ്റ്വെയറിലും നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ സ്ക്രിബിളിൽ കാണിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഇൻഫിനിറ്റി ആയാലും ശരി, IBIS ആയാലും ശരി, സ്കെച്ച് ബുക്ക് ആയാലും ശരി, ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത് സ്ക്രിബിളിൽ സ്കെച്ച് ബുക്ക് ആയിരിക്കും. അപ്പോൾ സ്കെച്ച് ബുക്ക് ചെയ്യുമ്പോഴും ഈ ഒരു മെത്തേഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും ലൈറ്റായിട്ട് ബ്രഷിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവരിക. സ്കെച്ച് ബുക്കിലൊക്കെ ആണെങ്കിൽ ഒപ്പാസിറ്റി കുറച്ചാൽ മതി. ഒപ്പാസിറ്റി കുറച്ചിട്ട് ഡാർക്കിലേക്ക് ഒപ്പാസിറ്റി കൂട്ടി കൊണ്ടുവരിക. ഇതിൽ നമ്മൾ ബ്രഷിൻ്റെ സൈസ് കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ 0.1 എടുത്തെങ്കിൽ അടുത്തിൽ 0.5 എടുക്കുന്നു. അതുപോലെ 1 ആക്കുന്നു, 1.5 ആക്കുന്നു, 2 ആക്കുന്നു. അങ്ങനെ കൊണ്ടുപോകും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര ലൈറ്റ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ടും കളർ കൊടുത്തുകൊണ്ടേയിരിക്കും. എൻ്റെ കൂടെ ഈ ഒരു വർക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ എടുത്ത് അതിൽ സ്ക്രിബിൾ ചെയ്യാതെ പകരം ഇങ്ങനെ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത് പോലെ ഇതിലുള്ള പോലെ ജസ്റ്റ് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മറ്റേതിലേക്ക് പ്രവേശിക്കുക. നമുക്കിതിൻ്റെ ആദ്യം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള പിടുത്തം കിട്ടിയാലാണ് നമുക്ക് ഒരു ഫോട്ടോയിലേക്ക് ചെയ്യുമ്പോൾ അതിന് ഭംഗിയുണ്ടാവും വരച്ച് കഴിഞ്ഞാൽ. അപ്പം തുടക്കം തന്നെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിലേക്ക് കിടക്കുക. ഓക്കെ, ഇനി ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മളൊരു ഫോട്ടോയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇനി ഒരു ഫോട്ടോയിലേക്ക് വരയ്ക്കാനായിട്ട് ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യുക. ടോപ്പിലായിട്ടുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഗാലറി കയറുക. ഫയലിലോ ഗാലറിയിൽ നിന്നോ ഏതാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ അത് ലെയറായിട്ട് കൊടുക്കുക. ഇതിൽ ട്രേസ് ഓപ്ഷൻ ഇല്ല. ലെയറായിട്ട് കൊടുത്തതിന് ശേഷം ഫോട്ടോയെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്ക്രിബിൾ ആയതുകൊണ്ട് നമ്മൾ ഫില്ലായിട്ടല്ല വരയ്ക്കുക. ഫില്ലായിട്ട് വരച്ച് കഴിഞ്ഞാൽ
ഒരു ഫിനിഷിങ് ആ ഒരു വർക്കിന് കിട്ടില്ല. പലരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. സ്ക്രിബിളിന് ഫ്രീ ആയിട്ട് ഫോട്ടോയുടെ 4 ഭാഗവും ഫ്രീ ആയിട്ടിരിക്കട്ടെ. ഫോട്ടോ ചെറുതാക്കി കൊടുക്കുക. എന്നിട്ടൊരു പുതിയ ലെയർ ഇതിൻ്റെ മേലെ എടുക്കുക. ആ ഒരു ലെയറിൽ റെഡ് കത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിലായിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. വൈറ്റ് ആയിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണുക. ഓക്കെ, വൈറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ വൈറ്റ്, റെഡ്, റോസ് ഇതൊക്കെ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ചെയ്യാനുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഫേസിൽ കൊടുക്കുന്നതാണ് ഒന്നുകൂടിയും പറയുന്നത്. നേരത്തെ ചെയ്ത പോലെ ഒരു 0.6 ഒക്കെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഒരു അളവിൽ ഫസ്റ്റ് ലെയർ കൊടുക്കുക. ഇനി രണ്ടാമത്തെ ലെയർ കൊടുക്കണം. രണ്ടാമത്തെ ലെയർ കൊടുക്കുമ്പോൾ ബ്രഷിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് കളർ അപ്ലൈ ചെയ്ത് നോക്കുക. കൂടുതലാണോ കുറവാണോ നോക്കുക. കുറവാണെങ്കിൽ കൂട്ടുക, കൂടുതലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക വീണ്ടും. അപ്പം 2.5 ഞാൻ നേരത്തെ എടുത്തത്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചിട്ട് എനിക്ക് എത്രത്തോളം അതിലേക്ക് ലൈറ്റ് വേണോ അത്രത്തോളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കൊടുത്തതുപോലെ ഫുള്ളായിട്ട് രണ്ടാമത്തെ ലെയർ കൊടുക്കരുത്. നമ്മുടെ ഫോട്ടോ ശ്രദ്ധിക്കുക. എന്നിട്ട് ഏത് ഭാഗത്താണോ ലൈറ്റ് കുറയുന്നത് ആ ഭാഗം വിട്ടേക്കാം. നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ ലെയറിൽ ശ്രദ്ധിക്കാം. വലത് ഭാഗത്ത് ഞാൻ അധികം ഈ ഒരു സ്ക്രിബിൾ ചെയ്യുന്നില്ല. വലത്തെ ഭാഗം ഞാൻ കുറച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അധികം കളർ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇനി അടുത്തത് ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. മൂന്നാമത്തെ ലെയർ കൊടുക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ ലെയർ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ലെയറിന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ മൂന്നാമത്തെ ലെയർ കൊടുക്കുക. ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഏത് ഭാഗത്താണ് കൂടുതൽ ആ ഒരു ഫോട്ടോയിൽ ആ ഒരു ഫേസിലേക്ക് ലൈറ്റ് അടിക്കുന്നത് ആ ഭാഗത്ത് കൂടുതൽ ലൈൻസ് ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുക. ലൈറ്റ് കുറഞ്ഞ ഏരിയയിൽ അധികം ലൈൻസ് ആഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ നെറ്റിയുടെ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ലൈറ്റ് കുറഞ്ഞെടുത്ത് ലൈറ്റ് കുറച്ച് തന്നെ കൊടുത്തു. ലൈറ്റ് കൂടിയെടുത്ത് ലൈറ്റ് കൂടിയിട്ട് തന്നെ വന്നു എന്ന് പറഞ്ഞാൽ ലൈൻസ് കൂടുതലായിട്ട് അവിടെ കൊടുത്തു.